ഹായ്, ഇന്ന് നമ്മൾ കൂർക്ക മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത്. ഇതുണ്ടല്ലോ, നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ടൈം എടുത്തു കേട്ടോ. ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഇന്ന് കൈകൊണ്ട് കത്തി കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൈകൊണ്ട് ഞാൻ പൊളിച്ച് കളയുക ചെയ്തത്. പക്ഷേ ഇത് കുഞ്ഞിതാണ്, കണ്ടോ, വലുപ്പമുള്ളത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം കുഞ്ഞാണ്. അതുകൊണ്ട് ഒത്തിരി ടൈം എടുത്തു ഞാൻ. ഇതിലേക്ക് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, കാരണം നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്. ഒറ്റ വിസിലടുപ്പിച്ചാൽ വെന്ത് കിട്ടും. ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് വിസിലടുപ്പിക്കാം. ഓക്കെ, നമ്മുടെ കൂർക്ക എങ്ങനെ വെന്തിട്ടുണ്ട്. ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാവേ. ഞാനത് വേകുമ്പോഴത്തേക്കും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ വറ്റൽമുളക് ഞാൻ മുറിച്ചിട്ടതേ ഉള്ളൂ, ചതച്ചില്ല കേട്ടോ, കാരണം ഒത്തിരി എരിവാകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പം ആ വെന്ത കൂർക്ക ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ഒന്നുകൂടെ ആവി കയറ്റിയെടുത്താൽ നമ്മുടെ മെഴുക്ക് വരട്ടി ഓക്കെ ആവും. ഈ കൂർക്ക ഉണ്ടല്ലോ, ഞാനന്ന് വീഡിയോ ഇട്ടിരുന്നില്ലേ, വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചത്, അതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, തീരെ കുഞ്ഞാന്ന് വന്നിട്ട്. എനിക്ക് ഈ മെഴുക്ക് വരട്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കൂർക്ക. പക്ഷേ ഇത് നന്നാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടേ, കഴിക്കാൻ നല്ലതാണ്, പക്ഷേ നന്നാക്കിയെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വഴലട്ടെ. വഴന്നതിന് ശേഷം നമുക്ക് കൂർക്കയിടാം. ഉള്ളിയൊക്കെ അങ്ങനെ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച കൂർക്ക ഇട്ട് കൊടുക്കാവേ. ഇതിൽ വന്നിട്ട് കുറച്ച് വെള്ളമുണ്ട്, അത് വറ്റിക്കോളൂ കേട്ടോ, കാരണം കൂർക്ക എന്ന് പറയുന്നത് ഉടഞ്ഞു പോകത്തില്ല. ഞാൻ പിന്നെ ഒരു വിസിൽ മാത്രമാണല്ലോ അടുപ്പിച്ചിട്ടുള്ളൂ. ഈ വെള്ളം ഇനി വറ്റി വരുമ്പം നമ്മുടെ മെഴുക്ക് വരട്ടി സെറ്റാവും. നമ്മുടെ മെഴുക്ക് വരട്ടി അങ്ങനെ വെള്ളമൊക്കെ വറ്റി ഓക്കെ ആയിട്ടുണ്ട്. കൂർക്ക ആയതുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.